നാളെ മുതലേ മണ്ഡലകാലം ആരംഭിക്കുകയാണ്. വൃശ്ചിക മാസം 1-ാം തീയതിയാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും മണ്ഡലകാലത്തിന്റെ ആശംസകൾ നേരാണ് കേട്ടോ. ഇനി മുതൽ എന്നും വ്രതശുദ്ധിയുടെ നാളുകളാണ്. എന്നും നമുക്ക് ശരണവിളികളൊക്കെ കേൾക്കാനായിട്ട് സാധിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിലും വളരെയേറെ പ്രത്യേകതയുള്ള ഒരു മാസമാണ് കേട്ടോ വരാനായിട്ട് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭഗവാനെ പഞ്ചഗവ്യം ആടുന്നത്. ഈ മണ്ഡലകാലത്ത് 40 ദിവസമാണ് പഞ്ചഗവ്യം ആടുക. 41ാമത്തെ ദിവസമാണ് കളഭാട്ടം വരുന്നത്. അപ്പം എന്താണ് പഞ്ചഗവ്യം, എന്തിനു വേണ്ടിയിട്ടാണ് പഞ്ചഗവ്യം ആടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. പഞ്ചഗവ്യം എന്ന് പറഞ്ഞാൽ 5 തരത്തിലുള്ള വസ്തുക്കൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പശുവിൽ നിന്ന് ലഭിക്കുന്ന 5 വസ്തുക്കൾ, അതായത് പാല്, തൈര്, നെയ്യ്, ചാണകം, ഗോമൂത്രം. ഇതിപ്പോൾ പാല് ഇത്ര അളവിൽ, ഓരോന്നും ഇത്ര അളവിൽ എടുത്തിട്ടാണ് തയ്യാറാക്കുക കേട്ടോ. പാൽ ഇത്ര വേണം, തൈര് ഇത്ര, നെയ്യ് ഇത്ര, ചാണകം ഇത്ര അളവിൽ, ഗോമൂത്രം ഇത്രയും. അങ്ങനെ ഇതെല്ലാം എടുത്തിട്ട് ഒരുമിച്ച് കൂട്ടിയിട്ട് പ്രത്യേക മന്ത്രങ്ങളോടൊക്കെ കൂടിയിട്ടാണ് ഒരു കുടത്തിലെ പഞ്ചഗവ്യം തയ്യാറാക്കുന്നത്. എന്നിട്ട് ഭഗവാന്റെ വിഗ്രഹത്തിൽ ആടും. അതിനാണ് പഞ്ചഗവ്യം ആടുക, പഞ്ചഗവ്യം അഭിഷേകം എന്ന് പറയുന്നത് കേട്ടോ. സാധാരണയായിട്ട് പന്തീരടിക്ക് ശേഷമാണ് ഈ പഞ്ചഗവ്യ അഭിഷേകം നടക്കുന്നത്. അതിനുശേഷം ഒരു നവകം കൂടെ ഉണ്ടായിരിക്കും. കാരണം ഭഗവാൻ ഈ പാലിലും തൈരിലും ഈ നെയ്യിലൊക്കെ ഇങ്ങനെ കുളിച്ചിട്ടല്ലേ നിൽക്കുക. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് കുളിക്കും. അതിനാണ് ഒരു നവകം കൂടെ വരുന്നത് കേട്ടോ. ഇനി ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പഞ്ചഗവ്യം ആടുന്നത്? അത് ഭഗവാന്റെ വിഗ്രഹത്തിലെ ചൈതന്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരുപാട് സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പരാതിപ്പെട്ടികളൊക്കെ ആയിട്ടാണല്ലോ ഭഗവാന്റെ അടുത്തേക്ക് വരിക. അപ്പോൾ ആ പരാതികളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതിന് പരിഹാരം കാണല്ലോ. അതിന് ഭഗവാന്റെ വിഗ്രഹത്തിലെ ചൈതന്യം ഉണ്ടായിരിക്കണം, ധാരാളം ചൈതന്യം ഉണ്ടായിരിക്കണം. ആ ചൈതന്യ വർധനവിന് വേണ്ടിയിട്ടാണ് പഞ്ചഗവ്യം ആടുന്നത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ചൂട്, ഭഗവാന്റെ വിഗ്രഹത്തിൽ ചൂടുണ്ടായിരിക്കും. അപ്പോൾ ഈ ചൂടിനെ കുറയ്ക്കാനുള്ള ഒരു കഴിവ് കൂടെ ഈ പഞ്ചഗവ്യത്തിനുണ്ട്. അപ്പോൾ അതും കൂടെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചഗവ്യം ആടുന്നത്. അത് 40 ദിവസമാണ് ഉണ്ടായിരിക്കുക. മണ്ഡലകാലത്തിൽ 40 ദിവസമാണ് പഞ്ചഗവ്യ അഭിഷേകം വരിക. 41ാമത്തെ ദിവസമാണ് കളഭാട്ടം വരുന്നത്. ഇത് നമുക്ക് പ്രസാദമായിട്ടും ലഭിക്കും കേട്ടോ. ഉച്ചപൂജയ്ക്ക് ശേഷമാണ് പഞ്ചഗവ്യത്തിൻ്റെ പ്രസാദം ലഭിക്കുക. അതൊന്നുകിൽ കൗണ്ടറിൽ നിന്ന് നമുക്ക് ചോദിച്ച് വാങ്ങാം, അല്ലെങ്കിൽ ക്ഷേത്രത്തിനകത്ത് കോയ്മ ഉണ്ടായിരിക്കുമല്ലോ, അവരുടെ കയ്യിൽ നിന്ന് ലഭിക്കും. വളരെ കുറച്ചേ ലഭിക്കുള്ളൂ കേട്ടോ. ഉച്ചപൂജയ്ക്ക് ശേഷം ചെന്ന് കഴിഞ്ഞാൽ അവിടെ ക്ഷേത്രത്തിനകത്ത് കൊടുക്കുന്നുണ്ടായിരിക്കും. അത് കുറച്ച് നമുക്ക് വാങ്ങിയിട്ട് നമ്മൾ സേവിക്കുകയാണെങ്കിൽ വളരെ വളരെ നല്ലതാണെന്നാണ് പറയണത്. അപ്പോൾ പഞ്ചഗവ്യം ഈ ഒരു മാസത്തെ ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്താണ് പഞ്ചഗവ്യം എന്നും എന്തിനു വേണ്ടിയിട്ടാണ് പഞ്ചഗവ്യം ആടുന്നത് എന്നും.